നീ ഹീറോയിൻ ആണെങ്കിൽ ഞാൻ നിന്റെ വില്ലത്തി. നായികമാരുടെ എണ്ണം കൂടുന്തോറും ഈ വില്ലത്തി കൂടുതൽ സ്ട്രോങ് ആവും. ഞാനൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല വന്നത്. പക്ഷെ ഞാൻ വഴക്കുണ്ടാക്കുക തന്നെയാണ്. നീ നിന്റെ അനിയത്തി ഇറക്കി മിഥുനേട്ടനെ വശീകരിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. പറഞ്ഞു വരുമ്പോ നിന്റെ അനിയത്തിയേക്കാൾ കൂടുതൽ നീയായിരുന്നു മിഥുനേട്ടന് ചേരുന്നത്. എന്നിട്ട് എന്താടി രംഭയുടെ റോളിൽ നീ തന്നെ ഇറങ്ങാതിരുന്നേ? ഓ, മനസ്സിലായി. ഇവിടുത്തെ സ്വത്തുക്കൾ ഉപയോഗിച്ച് നിനക്ക് വേണ്ടി കുറെ കൂടി വലിയ പുളിങ്കൊമ്പ് പിടിക്കാനായിരിക്കും നിന്റെ അമ്മയുടെയും ഉദ്ദേശം. ചൈത്ര, അനാവശ്യം പറയരുത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. വെറുതെ എന്തിനാ എന്റെ അമ്മ ഇതിലേക്ക് വലിച്ചഴിക്കുന്നേ? ഓ, നിന്റെ അമ്മ വലിയ ശീലാവതി ആയതുകൊണ്ടായിരിക്കുമല്ലോ 2 മക്കൾക്കും 2 അച്ഛന്മാരായി പോയത്. ഓ എടി, നീ ഒന്ന് സമാധാനം. രണ്ടുവിടെ അപ്പുറത്ത് നിന്നിട്ട് ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചത്. കുറച്ചു മുമ്പ് ആ ഭാഗത്തുനിന്ന് പട്ടികളുടെ നിലവിളി ഞാൻ കേട്ടു. പട്ടിയുടെ അല്ലടാ, അത് എന്റെ നിലവിളിയായിരുന്നു. നിലവിളി ആരെങ്കിലും ആയിക്കോട്ടെ, നീ ഇപ്പൊ നിൽക്കുന്ന ലൊക്കേഷൻ തെക്കോട്ട് വാ. തെക്കും വടക്കും പറഞ്ഞ കണ്ടുപിടിക്കാൻ എന്റെ വടക്ക് നോക്കി യന്ത്രമൊന്നും ഇല്ല. നീ ലെഫ്റ്റോ റൈറ്റോ ഒന്ന് പറയടാ മണ്ട. നീ ലെഫ്റ്റിലേക്ക് നടക്കും, ഞാനേ ഗേറ്റിന് പുറത്തേക്ക് വരാം. ശരി. താൻ എന്തിനാടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ? എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാണോ? എന്നാ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ. തനിക്ക് പൊക്കൂടായിരുന്നോ? താനല്ലോടോ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേ. ഓ സോറി, ഞാൻ മറന്നുപോയി. നമുക്ക് റോഡിന് പുറത്തുനിന്ന് സംസാരിക്കാം. വാ. ഇങ്ങോട്ട് വാ. വാ 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 ഇങ്ങോട്ട്. താൻ വിളിക്കുന്നിടത്തേക്ക് വരാൻ എന്നെ കിട്ടില്ല. ഇങ്ങോട്ട് വാടോ. അതെ, എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്.